സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷന്റെ 2 ഗഡുവിന്റെ വിതരണം ഇന്ന് ആരംഭിക്കുകയാണ്. 3200 രൂപ വീതമാണ് ലഭിക്കുക. കഴിഞ്ഞ മാസം 1 ഗഡു നൽകിയിരുന്നു. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് ഷീജ. ഗുഡ് മോർണിംഗ് ആവ്യ. 62 ലക്ഷം പേരുടെ കൈകളിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ ആ കരുതൽ അതൊരിക്കൽ കൂടി എത്തുകയാണ്. ഇന്നാണ് ആരംഭിക്കുന്നത് പെൻഷൻ വിതരണം. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? തീർച്ചയായും ഏതായാലും എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ അക്കൗണ്ടുകളിൽ തുക എത്തുന്നവർക്ക് അത് ആ രീതിയിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് വീട്ടിലെത്തിക്കുന്ന രീതിയിലാണ് നിലവിൽ സംസ്ഥാനത്ത് സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 1 ഗഡു വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 15 തുടങ്ങി കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി അതിൻ്റെ വിതരണം പൂർത്തിയാക്കിയിരുന്നു. ഈ മാസം ഇപ്പോൾ 2 ഗഡുവിൻ്റെ വിതരണമാണ് ഇന്ന് ആരംഭിക്കുന്നത്. അതും വിഷുവിന് മുൻപായി കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആ രീതിയിലുള്ള നിർദ്ദേശവുമാണ് നൽകിയിട്ടുള്ളത്. ആ 2 ഗഡു തുകയാണ് നൽകുക. അപ്പോൾ ഒരാൾക്ക് ലഭിക്കുക 3200 രൂപ വീതമായിരിക്കും. 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഉള്ളത്. കാരണം ഈ ഒരു പെൻഷൻ വലിയ ആശ്വാസമേകുന്ന നിരവധി പേരുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ആ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരാശങ്ക ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ഇതിൽ 6.2 ലക്ഷം പേർക്ക് കേന്ദ്രത്തിന്റെ ഒരു ചെറിയ വിഹിതം കൂടി ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു 1.94 ലക്ഷം പേർക്കാണ് അതിൽ ഓൺ അക്കൗണ്ടുകളിലൂടെ തുക ലഭിക്കുന്നത്. ഈ അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് കേന്ദ്രത്തിന്റെ വിഹിതം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ ഒരു പ്രതിസന്ധിയായി ആശങ്കയായി നിലനിൽക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരാകട്ടെ കഴിഞ്ഞ ഒരു 2021 മുതൽ ചെയ്തു വരുന്നതെന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ നൽകാനുള്ള ഈ ഒരു തുക അത് 200 മുതൽ 500 രൂപ വരെ, അത് വിവിധ പെൻഷനുകളിലായിട്ട് 200 മുതൽ 500 രൂപ എന്ന രീതിയിലാണ് നൽകുന്നത്. പക്ഷേ ഈ തുക നൽകുന്നില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത് ആ തുക ലഭിക്കാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ വിഹിതം കൂടി സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് ഇട്ടുകൊണ്ടാണ് ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പെൻഷന്റെ വിതരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പിന്നീട് റീഇംബേഴ്സ്മെന്റിലൂടെ തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നതും. ആ രീതിയിൽ 2023 ജൂൺ വരെയുള്ള തുകയാണ് ഇതിനകം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ സംസ്ഥാനത്തിനെ ആശങ്കപ്പെടുത്തുന്ന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം സംസ്ഥാനം വിതരണം ചെയ്ത 1 ഗഡു പെൻഷൻ തുക അതിൽ 62,000 പേർക്ക്, അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിൽ 1.94 എന്നുള്ള കണക്കിൽ ഓൺലൈൻ അക്കൗണ്ടിൽ പൈസ ലഭിക്കുന്നവർക്ക് അതിൽ 62,000 പേർക്ക് തുക ലഭിച്ചിരുന്നില്ല. കേന്ദ്രത്തിന്റെ വിഹിതം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. സംസ്ഥാനം നിരന്തരം സമ്മർദ്ദം ചെലുത്തിപ്പോരുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ 2 ഗഡു തുക നൽകുമ്പോഴും ഇതിലും അവരുടെ കേന്ദ്രവിഹിതം പിടിച്ചുവെക്കുമോ എന്നുള്ളൊരു ആശങ്ക സംസ്ഥാനത്തിനുണ്ട്. പക്ഷേ കൃത്യമായ രീതിയിൽ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം സംസ്ഥാനത്ത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങുന്നതായിരിക്കും. കാവ്യ, ഈ നിലയ്ക്ക് കൂടുതൽ ഞെരുക്കം ഏർപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന ഒരു ആശങ്ക ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് സർക്കാരിന് വളരെ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് നമുക്കറിയാം. സർക്കാർ വളരെ കൃത്യമായി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ട ഫണ്ട് കൂടി ഇട്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കുമ്പോൾ അതും തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനമുണ്ട്. ഇത് വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയല്ലേ ഷീജ ഇത്? തീർച്ചയായിട്ടും കാവ്യ, നമുക്കറിയാം കേരളത്തിന്റെ ഓരോ പദ്ധതികളും, അത് വികസന പദ്ധതികളാവട്ടെ ക്ഷേമ പ്രവർത്തനങ്ങളാകട്ടെ, ഓരോന്നും തടസ്സപ്പെടുത്തുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അറിയാം, പെൻഷൻ വിതരണം അത് ആകെ താറുമാറാക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പെൻഷൻ ഫണ്ടിന്റെ കടം അത് പൊതുകടത്തിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം കേന്ദ്രം കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. അതിനെ അതിജീവിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് വീണ്ടും ആ രീതിയിലുള്ള പ്രതികാര നടപടികൾ തുടരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേന്ദ്രത്തിന്റെ വിഹിതം അത് പിടിച്ചുവെക്കുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഏതൊക്കെ രീതിയിൽ സംസ്ഥാനത്തെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചാലും സാമ്പത്തികപരമായി ഞെരുക്കിയാൽ പോലും ബദൽ മാർഗങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രീതിയിൽ ഇപ്പോഴും ക്ഷേമ പെൻഷൻ വിതരണമാകട്ടെ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളാകട്ടെ ഒക്കെ മുടക്കം ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള തടസ്സങ്ങൾ കേന്ദ്രം സൃഷ്ടിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് ഈ ഒരു വിഷയത്തെ പോലും രാഷ്ട്രീയപരമായി കാണുക എന്നുള്ളൊരു കേന്ദ്രത്തിന്റെ മനോഭാവം തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കൂടി. കാവ്യ.
ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. 62 ലക്ഷം പേരുടെ കൈകളിലേക്ക് സർക്കാർ സഹായം എത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തികമായ ഒരു അധ്വാനത്തിന്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര വിഹിതം കൂടി ഇതിലൊരു വലിയ കണക്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അത്ര പോലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതും ഷീജ പറഞ്ഞതുപോലെ തന്നെ എടുത്തു സൂചിപ്പിക്കേണ്ടി വരും. അത് ക്ഷേമ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ, വികസന പ്രവർത്തനങ്ങളിലായിക്കോട്ടെ.